പ്രിയപ്പെട്ടവരെ, ഒരൽപ്പം മാന്യത, അന്തസ്, ഉളുപ്പ് ശരാശരി മനുഷ്യരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്. പ്രത്യേകിച്ച് സാക്ഷരതയിൽ ഔന്നിത്യമുള്ള പ്രബുദ്ധരായ മലയാളിയിൽ നിന്ന്. പക്ഷേ കാണ്ടാമൃഗം പോലും തോറ്റുപോകുന്ന അപാര തൊലിക്കെട്ടിയും മാന്യതയും ഇല്ലാതെ പെരുമാറിയ ഒരു കൂട്ടരെയാണ് കഴിഞ്ഞ ദിവസം മഹാനടൻ സലീം കുമാർ മരിച്ചു കിടന്നപ്പോൾ നമ്മൾ കണ്ടത്. മരണവീട്ടിൽ പോകുമ്പോൾ ബോധമുള്ളവരാരും കാണിക്കാത്ത സംസ്കാരമാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ലൈക്കും വ്യൂസും ഷെയറും കൂട്ടാൻ കാട്ടി. ഓ മാതൃഭൂമി, എന്തൊരു രോഷമാണല്ലേ നിങ്ങൾക്ക് ഇന്ന് യൂട്യൂബേഴ്സിനും വ്ളോഗേഴ്സിനും ഇട്ട് വറക്കാനുള്ള ഒരു ന്യൂസ് ആയിട്ടുണ്ട് അല്ലേ? ശരിയാണ്. കഴിഞ്ഞ ദിവസം മലയാളികളുടെ പ്രിയപ്പെട്ട കലാകാരനായ സലീം കുമാറിൻ്റെ വീട്ടിൽ ചില യൂട്യൂബേഴ്സും വ്ളോഗേഴ്സും പിന്നെ മാധ്യമങ്ങളും കാണിച്ച രീതി ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. എന്തുകൊണ്ടാണ് മാധ്യമങ്ങളെ നിങ്ങളെ തന്നെ വിമർശിക്കാൻ മറക്കുന്നത്? ഇന്നലെ യൂട്യൂബേഴ്സ് അവിടെ എത്തുന്നതിന് മുമ്പ് ആ മരണ വീട്ടിലേക്ക് ആദ്യമായി ക്യാമറയുമായി ഓടിയെത്തവർ ആരാണ്? അത് മാധ്യമങ്ങളായ നിങ്ങൾ തന്നെയാണ്. ശരിയാണ്, ഈ യൂട്യൂബേഴ്സും അതുപോലെ തന്നെ വ്ളോഗേഴ്സും വ്യൂസിനും ക്ലിക്ക് ബൈറ്റിനും വേണ്ടി മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, മാധ്യമങ്ങളായ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ TRPക്ക് വേണ്ടിയല്ലേ, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് റവന്യൂവിന് വേണ്ടിയിട്ടല്ലേ ഈ മരണ വീട്ടിൽ പോയിട്ട് ഈ സീൻസൊക്കെ ക്യാമറയിൽ പിടിച്ച് ജനങ്ങളെ കാണിപ്പിക്കുന്നത്? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവരും നിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ആരും മറന്നിട്ടില്ല, നേപ്പാളിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഇവിടെ നിന്ന് മൈക്കും ക്യാമറയും കൊണ്ട് കുറച്ച് പേർ അങ്ങോട്ട് പോയിരുന്നു. അവസാനം ആ ഗവൺമെൻറ് ഇന്ത്യൻ മാധ്യമങ്ങളെയല്ല, ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളെയും അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കേണ്ട അവസ്ഥ ഇന്ത്യൻ മാധ്യമങ്ങൾ ഉണ്ടാക്കി തന്നു. നന്ദിയുണ്ട് നിങ്ങളുടെ ഈ ധർമ്മ പ്രസ്ഥാനത്തിന്. കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ ധാർമ്മികതയുടെ മാധ്യമ പ്രവർത്തനം. നമ്മുടെ മുംബൈ ഭീകരാക്രമണത്തിൽ ലൈവ് ടെലികാസ്റ്റ് കാണിച്ച് നിങ്ങൾ TRP റേറ്റിംഗ് കൂട്ടിയപ്പോൾ നമുക്ക് പോയത് ജവാന്മാരുടെ ജീവനാണ്. ഇത് ഞാൻ പറഞ്ഞൊന്നല്ല, സുപ്രീം കോടതി വരെ പറഞ്ഞതാണ്. എന്തെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അവിടേക്ക് ആദ്യം ക്യാമറയും കൊണ്ടെത്തി മരിച്ചവരുടെയും അവരെ ഓർത്ത് വിഷമിക്കുന്ന അവരുടെ ആൾക്കാരുടെയും ക്ലോസപ്പ് ഷോട്ട് എടുക്കുന്നത് യൂട്യൂബേഴ്സും വ്ളോഗേഴ്സും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കാണിച്ച വഴിയിലൂടെ അവർ പോയിട്ടാണ്. നിങ്ങളാണ് ആദ്യം വന്നവർ. അതിനുശേഷമേ യൂട്യൂബേഴ്സും ഈ പറഞ്ഞ വ്ളോഗേഴ്സും ഉണ്ടായിട്ടുള്ളൂ. മാധ്യമങ്ങൾ റവന്യൂ ജനറേഷന് വേണ്ടി മാത്രം പോകുമ്പോഴാണ് അതുപോലെ തന്നെ ഈ യൂട്യൂബേഴ്സും വ്ളോഗേഴ്സും പോകുന്നത്. രണ്ടുപേരും ഒരേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. എന്നിട്ട് നിങ്ങൾ കുറച്ച് ബുദ്ധിജീവികളെന്ന് തോന്നിക്കുന്നവരെ കൊണ്ട് പലതും പറയിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാന്യന്മാരും അവർ വില്ലന്മാരും ആവുന്നില്ല. ഒരു ദിവസം എന്തെങ്കിലും ഒരു അപകടം നടക്കുകയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി മരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം കഴിയുന്നവരെ അത് മാത്രമായിരിക്കും വാർത്ത. നിങ്ങൾക്ക് വേറെ ഒന്നും വാർത്തയാകുന്നില്ല. നിങ്ങളാണോ ഈ യൂട്യൂബേഴ്സിനെയും വ്ളോഗേഴ്സിനെയും വിമർശിക്കാൻ പോകുന്നത്? എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. അഹമ്മദാബാദ് വിമാനാപകടം നടന്ന പിറ്റേ ദിവസം രാവിലെ ഞാൻ TV ഓൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു വാർത്താ ചാനലല്ല, എല്ലാ വാർത്താ ചാനലും ആ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ലൈവ് കൊടുക്കുകയാണ്. എന്താണ് അവിടെ നിന്ന് ലൈവ് കൊടുക്കാനുള്ളത്? രക്ഷാപ്രവർത്തനം കഴിഞ്ഞു, മരിച്ചവരെ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞു. ഈ രാവിലെ 6 മണിക്ക് അവിടെ നിന്ന് ലൈവ് കൊടുക്കാനുള്ള ഒരു കാര്യവുമില്ല. പക്ഷെ എന്നിട്ടും ക്യാമറാമാനും ക്യാമറയും പിടിച്ച് അവിടെ നിൽക്കുകയാണ്. റിപ്പോർട്ടർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞാൽ തന്നെ പറയും, പറഞ്ഞ് വീണ്ടും പറയും, കുറച്ച് കഴിയുമ്പോൾ മാറ്റി പറയും. പ്രത്യേകിച്ച് ഒരു വാർത്ത അവിടെ നിന്ന് കൊടുക്കാനില്ല, ഒരു കണ്ടന്റും ഇല്ല. പക്ഷെ നിങ്ങളവിടെ TRP വിൽക്കാൻ വേണ്ടി മാത്രം അവിടെ നിൽക്കുകയാണ്. ഈ മാധ്യമങ്ങളാണ് ഇപ്പോൾ വന്നിട്ട് യൂട്യൂബേഴ്സിനും വ്ളോഗേഴ്സിനും പച്ചക്ക് തെറി വിളിക്കുന്നത്. വെരി ഗുഡ്. നിങ്ങൾ കാണിച്ച വഴിയെ തന്നെ യൂട്യൂബേഴ്സും വ്ളോഗേഴ്സും നടന്നിട്ടുള്ളൂ, ഇനി നടക്കുകയുമുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങളാണ് മാറേണ്ടത്.